ഉണ്ടായിട്ടുള്ള മുരിങ്ങയാണ്. അയ്യോ ഭയങ്കര വെയിറ്റ് ഉണ്ട്. 24, 25 സത്യത്തില് എണ്ണാൻ പറ്റൂല. കൊലക്കുത്തി കാശ് നിൽക്കുന്ന കാഴ്ചകളാണ് ഇപ്പൊ കാണുന്നത്. ഹലോ, ഞാനിപ്പോ നിൽക്കുന്നത് തമിഴ്നാട് തൃച്ചങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഒരു അത്ഭുത കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കൊലക്കുത്തി കാശ് നിൽക്കുന്ന കാഴ്ചകളാണ് ഇപ്പൊ കാണുന്നത്. ഒന്ന് നോക്കിക്കേ, എത്രോളം മുരിങ്ങയാണ് ഒരു മുരിങ്ങ മരത്തുമ്പോ നിൽക്കുന്നുള്ളതാണ്. ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ ശരിക്കും മേലെ കാണാനില്ല, അത്രത്തോളം മുരിങ്ങയാണ് നിൽക്കുന്നത്. ശരിക്കും അത്ഭുത കാഴ്ചയാണ് കേട്ടോ. ഇത് കാണേണ്ടത് തന്നെയാണ്. ഇത്രത്തോളം മുരിങ്ങക്കായ ഉണ്ടായിട്ട് ഈ മുരിങ്ങയുടെ അവസ്ഥ എന്താണെന്നറിയാം. ഇത് താങ്ങാൻ പറ്റാതെ കൊമ്പുകൾ അടക്കം ഒടിഞ്ഞു വീണിരിക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. നോക്കിക്കേ, കൊമ്പടക്കം പൊട്ടിപ്പോയിരിക്കുകയാണ്. ഒരു കൊമ്പിൽ ഉണ്ടായിട്ടുള്ള മുരിങ്ങയാണ്. അയ്യോ ഭയങ്കര വെയിറ്റ് ഉണ്ട്. നോക്കൂ, കൊമ്പിനേക്കാളും കൂടുതൽ മുരിങ്ങ ഉണ്ടായിരിക്കുകയാണ്. നോക്കി നോക്ക്, ഈ ഒരു കൊമ്പന്റെ അടുത്ത് നോക്കിയാൽ നമുക്ക് എണ്ണയിൽ അറിയാം. 1, 2, 3, 4, 5, 24, 25 സത്യത്തില് എണ്ണാൻ പറ്റൂല. 25-ലധികം. എനിക്ക് തോന്നുന്നു ഈ ഒരു കൊമ്പില് മാത്രം 100-ലധികം ഉണ്ടെന്നാ തോന്നുന്നത്. അപ്പൊ ഈ ഒരു മരത്തുമ്പോ മാത്രം എത്രത്തോളം ഉണ്ടായിരിക്കും? 2000-ലധികം മുരിങ്ങയാണ് ഈ ഒരു ഒറ്റ മരം വെറും 3 മാസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നോക്ക്, ഈ ഒരു അത്ഭുത കാഴ്ച നമുക്ക് കാണാനിടയായിട്ടുള്ള ഈ ഒരു മുരിങ്ങ മരത്തിന്റെ കർഷകനെ നമുക്ക് പരിചയപ്പെട്ടാലോ? വണക്കം സാർ, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നത്. നമ്മുടെ കേരളത്തിലൊന്നും ഇതുപോലെ ഉണ്ടാവൂല മുരിങ്ങക്കായ്. ഇവിടെ എങ്ങനെ ഇത്ര അധികം കായ് കിട്ടുന്നു സാർ? போன வருஷம் 250 ரூபா பிடிச்சிருந்தோம்மா. இந்த வருஷம் எஸ்பிசி பய உரம் அதை உடம்புடி ஃபுல்லா புடிச்சு வாதெல்லாம் ஒடிஞ்சுள்ள ஒரு ஆரம்பிச்சிருச்சுங்க. 4 മാസം. 4 മാസം കൊണ്ട് ഇപ്പൊ ഇത്ര അധികം. ഇനി എന്ത് വേണമല്ല, അത്ഭുത കാഴ്ച തന്നെ. ഇത് ശരിക്കും കേരളത്തിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ശരിക്കും സാറ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ വർഷം വെറും 250 മുരിങ്ങക്കായ മാത്രമാണ് കിട്ടിയത്. ഇപ്രാവശ്യം വെറും 4 മാസം കൊണ്ട് 2500-ലധികം മുരിങ്ങക്കായാണ് ഈ ഒരു മുരിങ്ങ മരത്തുമെന്ന് കിട്ടിയിട്ടുള്ളത്. അതും ഒറ്റ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ 10 ദിവസം ഇടവിട്ടിട്ടാണ് ഇവിടെ മുരിങ്ങ മരത്തിനെ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ കണ്ടു, ഇവിടെ കപ്പ കൃഷി ആയിക്കോട്ടെ, അത്തി ആയിക്കോട്ടെ, ഫ്രൂട്ട് ആയിക്കോട്ടെ, എല്ലാത്തിനും ഇവിടെ 10 ദിവസം ഇടവിട്ട് കൊടുത്തിട്ട് ഈ ഒരു റിസൾട്ട് കാണാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. അപ്പൊ എന്തായാലും ഞങ്ങളും കേരളത്തിലുള്ള ആളുകളും ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്.